ഏവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു ചെറിയ വീഡിയോ ആണ്, എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ കൂടിയാണിത്. ആരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഏവർക്കും ടോക്ക് സ്പേസിലേക്ക് സ്വാഗതം. എന്റെ അടുത്ത ഒരു ആൺ സുഹൃത്ത് അടുത്തിടെയായിട്ട് ഡിവോഴ്സ് ഫയൽ ചെയ്തു. അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ട് ഒത്തുപോകാൻ പ്രയാസമായതിനാലാണ് അങ്ങനെ ഒരു ഡിവോഴ്സ് ഫയൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഡിവോഴ്സ് നടക്കുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് കിട്ടിയ ഡൗറി അല്ലെങ്കിൽ ഈ സ്ത്രീധനം തിരികെ നൽകുകയുണ്ടായി. കൂടാതെ അയാളിൽ നിന്നും ഭാര്യ കോമ്പൻസേഷൻ ആയിട്ട് കുറച്ച് പണം ആവശ്യപ്പെടുകയുണ്ടായി. അതും അയാൾ എന്ത് ചെയ്തു? തിരികെ നൽകി. അതും അയാൾ കൊടുത്തു. ഇവിടെ നഷ്ടവും മുഴുവൻ സംഭവിച്ചിരിക്കുന്നത് ആർക്കാണ്? പുരുഷനാണ്. സ്ത്രീക്ക് കാര്യമായിട്ട് പണച്ചിലവൊന്നും ഉണ്ടാകുന്നില്ല. ഇങ്ങനെ ഒരു ഇൻസിഡന്റ് എടുത്തു പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ബംഗളൂരിൽ ടെക്കിയായി ജോലി ചെയ്തിരുന്ന ഉത്തർപ്രദേശുകാരനായ അതുൽ സുഭാഷ് എന്ന ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യുകയുണ്ടായി. അതും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തതിനു ശേഷമാണ് അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യക്ക് കാരണം ഭാര്യ വീട്ടുകാരുമാണ്. 24 പേജുള്ള ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചതിന് ശേഷമാണ് അതുൽ സുഭാഷ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തിന് നീതി ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ വിമർശിച്ചുകൊണ്ട് രാഷ്ട്രപതിക്ക് അദ്ദേഹം കത്തെഴുതുകയും ഉണ്ടായി. ഇത്രയും ഒരു വൈകാരികത അയാൾ ഉണ്ടാകാനുള്ള ഒരു കാരണം, അദ്ദേഹത്തെ മാനസികമായി പീഡിപ്പിച്ചതും അല്ലെങ്കിൽ അയാൾക്കെതിരെ ഡിവോഴ്സ് ഫയൽ ചെയ്തതും എല്ലാം ഭാര്യയാണ്. എന്നാൽ ഭാര്യ ഉന്നയിക്കുന്ന ഓരോ കാര്യങ്ങളും തെറ്റാണെന്നും താൻ നിരപരാധിയാണെന്നും അയാൾ എടുത്തു പറയുന്നുണ്ട്. അയാളുടെ ഭാര്യ അയാളിൽ നിന്ന് 3 കോടി രൂപയാണ് നഷ്ടപരിഹാരമായി ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹം എടുത്തു പറയുന്ന കാര്യം എന്തെന്നാൽ, ഭാര്യയാണ് ഇതിൽ കുറ്റക്കാരി എങ്കിലും നീതിന്യായ വ്യവസ്ഥ സ്ത്രീകൾക്കൊപ്പം മാത്രമേ നിൽക്കുകയുള്ളൂ. എന്തുകൊണ്ട് പുരുഷനൊപ്പം നിൽക്കുന്നില്ല എന്നാണ്. ഇന്നത്തെ കാലത്ത് പല കുടുംബങ്ങളും ഇത് മുതലെടുക്കുന്നുണ്ട്. ഒരു ദാമ്പത്യ ജീവിതം തകരുമ്പോൾ എല്ലാ കേസുകളും പുരുഷൻ മാത്രമല്ല കുറ്റക്കാരനാകാറ്, സ്ത്രീകളും കുറ്റക്കാരാകാറുണ്ട്. പക്ഷേ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ സ്ത്രീകൾക്കൊപ്പം മാത്രമേ നിൽക്കുകയുള്ളൂ. പുരുഷനും വേണ്ടേ നീതി? അവർക്ക് വേണ്ടി സംസാരിക്കാൻ അവർ മാത്രമേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് ഇപ്പം അകാല മരണം പുരുഷന്മാരിൽ കൂടുതൽ സംഭവിക്കുന്നുണ്ട്. അത് ഒരിക്കലും വെള്ളമടിയും അല്ലെങ്കിൽ പുകവലിയും കൊണ്ട് മാത്രമല്ല, മാനസിക പിരിമുറുക്കവും സമ്മർദ്ദവും മൂലമാണ്. തൊഴിൽ സ്ഥാപനങ്ങളിലെ സമ്മർദ്ദവും, വീട്ടിലെത്തുമ്പോൾ ഭാര്യയുമായുള്ള കലഹവും കാരണം ഒരുപാട് പേർ ഓരോ ദിവസവും ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഇതൊരു അതുൽ സുഭാഷ് മാത്രമാണ് പുറം ലോകത്തെ അറിയിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ഭാര്യ തന്നെ പീഡിപ്പിക്കുന്നു എന്ന് പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നാണക്കേട്, സൊസൈറ്റിയിൽ നിന്നുണ്ടാവുന്ന നാണക്കേട് കാരണം പല പുരുഷന്മാരും വീട്ടിലെ പ്രശ്നങ്ങൾ ആരുമായിട്ട് പങ്കുവയ്ക്കാറില്ല. അവരെല്ലാം എന്ത് ചെയ്യുന്നു? ഉള്ളിൽ ഒതുക്കി അത് നടക്കുന്നു. എല്ലാ കുടുംബങ്ങളും പുരുഷന്മാർ മാത്രമല്ല വില്ലനായിട്ടുണ്ടാകാറ്, സ്ത്രീകളുമുണ്ട്. അത് സൊസൈറ്റിയും നീതിന്യായ വ്യവസ്ഥയും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പൊ കുട്ടികൾ ഉണ്ടാകുമ്പോൾ അച്ഛനമ്മമാർക്ക് ഒരുപോലെയാണ് ആ കുട്ടിയോടുള്ള സ്നേഹവും ഉത്തരവാദിത്വവും അതുപോലെ കരുതലും എല്ലാം ഉണ്ടാകാറ്. അച്ഛന് മകനെ കാണാനോ മകളെ കാണാനോ ഉള്ള അധികാരവും അവകാശവും ഉണ്ട്. അത് ഒരു കോടതിക്കും നിഷേധിക്കാൻ സാധിക്കില്ല. എന്നാൽ 4 വയസ്സുള്ള തന്റെ മകനെ കാണണമെങ്കിൽ 30 ലക്ഷം രൂപ നൽകണമെന്നാണ് ഭാര്യയായ നികിത സിംഹാനിയ ആവശ്യപ്പെട്ടിരുന്നത്. ഫേക്ക് ഡോക്യുമെന്റുകൾ നിരത്തിയും കള്ളക്കേസുകൾ നിരത്തിയും പല സ്ത്രീകളും കോടതിയെ സമീപിച്ച് നഷ്ടപരിഹാരം വാങ്ങാറുണ്ട്. എല്ലാവരുടെയും കേസുകളിലല്ല, ചില കേസുകളിൽ സ്ത്രീകൾക്ക് നീതിന്യായ വ്യവസ്ഥിതിയിൽ നല്ല വിശ്വാസമുണ്ട്. കോടതി സ്ത്രീകൾക്കൊപ്പം മാത്രമേ നിൽക്കുകയുള്ളൂ എന്ന്. ഇപ്പം കള്ളക്കേസുകളിൽ കുടുക്കി ഒരുപാട് യുവാക്കൾ ഇന്ന് ആത്മഹത്യ ചെയ്യുന്നുണ്ടെന്ന് അതുൽ സുഭാഷ് കോടതിയിൽ പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞതാണ് അദ്ദേഹത്തെ ആത്മഹത്യ പ്രേരണയിലേക്ക് എത്തിച്ചത്. കോടതി ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നില്ല എന്ന്. തമാശ രൂപേണയാണ് അവിടെ ആ ഒരു ചോദ്യം കോടതി ചോദിച്ചതെങ്കിലും അവിടെ കൂടി നിന്നവരെല്ലാം പരിഹസിച്ചു ചിരിച്ചു. ഇത് അദ്ദേഹത്തെ വല്ലാതെ മാനസികമായി തളർത്തി. ഒരു നീതിയും തനിക്കൊപ്പം ഉണ്ടാകില്ല എന്ന് മനസ്സിലായ അതുൽ സുഭാഷ് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. എന്നാൽ അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് ട്വിറ്ററിൽ ലോകത്തെ ശക്തരായ 2 പേർക്ക് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ടാഗ് ചെയ്തിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം മരിച്ചത്.
അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാൻ പോകുന്ന ഡൊണാൾഡ് ട്രംപിനും അതുപോലെ തന്നെ ടെക് ലോകത്തെ ശക്തനുമായ എലോൺ മസ്കിനുമാണ് അയാൾ പോസ്റ്റ് ടാഗ് ചെയ്തിരിക്കുന്നത്. അതിൽ അതുൽ സുഭാഷ് പറയുന്നുണ്ട്, ഈ ഒരു വീഡിയോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുമ്പോഴേക്കും ഞാൻ മരിച്ചു കാണും. അതുകൊണ്ട് ഒരു മരിച്ച വ്യക്തിയുടെ അപേക്ഷയാണെന്ന് കരുതി ഇത് നിങ്ങൾ ഏറ്റെടുക്കണം. അബോർഷൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം അത് ലഭിക്കാൻ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ച ഒരു രാജ്യമാണ് അമേരിക്ക. ആ രാജ്യം ഇന്ത്യയിലെ പുരുഷന്മാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം കാണാതെ പോകരുത്. ഇത് നിങ്ങളിൽ എത്തിയാൽ ഉറപ്പായും ഇന്ത്യയുടെ അധികാരികളിലേക്കും നീതിന്യായ വ്യവസ്ഥയിലേക്കും എത്തും. മറ്റൊരാൾക്കും ഇതുപോലൊരു അവസ്ഥ ഇനി ഉണ്ടാകാൻ പാടില്ല. അതിനാലാണ് ഇങ്ങനെയൊരു ട്വീറ്റ് നൽകി ഇവർക്ക് ടാഗ് ചെയ്തിരിക്കുന്നത്. ഗാർഹിക പീഡനം സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് പുറം ലോകം അറിയണം. ഭാര്യ നികിത സിംഹാനിക്കും വീട്ടുകാർക്കും അതുപോലെ ഉത്തർപ്രദേശ് ജഡ്ജിക്കുമെതിരെ ഗുരുതര ആരോപണമാണ് അതുൽ നൽകിയിരിക്കുന്നത്. ഇവിടെ അതുലിന്റെ കാര്യത്തിൽ ന്യായമുണ്ടെങ്കിൽ അവിടെ നീതി ലഭിക്കുക തന്നെ വേണം. ഇപ്പം പാമ്പിനെ കടുപ്പിച്ച് ഭാര്യയെ കൊലപ്പെടുത്തിയ പുരുഷന് എന്താണോ കോടതി ശിക്ഷ നൽകിയിരിക്കുന്നത് അത് തന്നെ ആ ഗാർഹിക പീഡനത്തിന് ഇരയാകുന്ന പുരുഷന്മാർക്കും നീതിന്യായ വ്യവസ്ഥ പുരുഷന്മാർക്ക് നൽകി കൊടുക്കണം. പുരുഷന്മാർ ഗാർഹിക പീഡനത്തിന് ഇരയാകുന്നുണ്ട്. ഇത് നാണക്കേട് കാരണം പുറം ലോകം അറിയാത്തതാണ്. നീതി തുല്യമായി നൽകേണ്ട ഒന്നാണ്. അത് സ്ത്രീകൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല. ഇവിടെ അതുലിന്റെ സഹോദരൻ പറയുന്ന ഒന്നുണ്ട്, എല്ലാ ലോയ്ക്കും സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്, പുരുഷന്മാർക്ക് ഇല്ല എന്ന്. അതിൽ സത്യമുണ്ട്. 40,000 രൂപ എല്ലാ മാസവും അതുലിന്റെ ഭാര്യ അതുലിൽ നിന്നും കൈപ്പറ്റാറുണ്ട്. അതുകൂടാതെയാണ് ഈ ഭീമമായ തുകയും അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ മാറേണ്ടത് ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റമാണ്. അന്തസ്സ് പുരുഷന്മാർക്കുമുണ്ട്. എന്നും അവർ മാത്രം ശിക്ഷിക്കപ്പെടേണ്ടവരല്ല. സത്യം ആരുടെ കൂടെയാണോ അവർക്കൊപ്പം സഞ്ചരിക്കാൻ നിയമവ്യവസ്ഥ തയ്യാറാകണം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഏതെങ്കിലും ആൺ സുഹൃത്തുക്കൾ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക.